ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ കരബാവോ കപ്പിൽ നടന്ന മത്സരത്തിൽ ഒരു ഞെട്ടിക്കുന്ന തോൽവിയാണ് കരുത്തരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. 4th ഡിവിഷൻ ക്ലബിനോട് പരാജയപ്പെട്ടുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കരബാവോ കപ്പിൽ നിന്നും ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. അതായത് ഗ്രിംസ്ബി എന്ന ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അട്ടിമറിച്ചിട്ടുള്ളത്. നിശ്ചിത സമയത്ത് രണ്ട് ടീമുകളും 2 ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനില വഴങ്ങുകയായിരുന്നു. പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഗ്രിംസ്ബി വിജയിച്ചു കയറിയത്. 12-11 എന്ന സ്കോറിനാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇപ്പോൾ ഈ ഒരു 4th ഡിവിഷൻ ക്ലബ്ബ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ ആദ്യ അരമണിക്കൂറിനുള്ളിൽ തന്നെ 2 ഗോളുകൾ നേടിക്കൊണ്ട് ഗ്രിംസ്ബി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഞെട്ടിച്ചിരുന്നു. 22ാമത്തെ മിനിറ്റിൽ വേണം, അതുപോലെ തന്നെ 30ാമത്തെ മിനിറ്റിൽ വാറൻ എന്നിവർ ഗ്രിംസ്ബിക്ക് വേണ്ടി ഗോളുകൾ നേടുകയായിരുന്നു. പക്ഷെ അവസാനത്തിൽ യുണൈറ്റഡ് തിരിച്ചടിച്ചു. 75ാമത്തെ മിനിറ്റിൽ എംബൂമോ, അതുപോലെ തന്നെ 89ാമത്തെ മിനിറ്റിൽ ഹാരി മഗ്വയർ എന്നിവർ ഗോളുകൾ നേടി. അങ്ങനെ 2-2 എന്ന നിലയിലാണ് മത്സരം കലാശിച്ചത്. പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ട് വന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മാത്യൂസ് കുഞ്ഞ, അതുപോലെ തന്നെ എംബൂമോ, ഈ 2 താരങ്ങളും പെനാൽറ്റികൾ പാഴാക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പരാജയപ്പെട്ടുകൊണ്ട് പുറത്താവേണ്ടി വന്നത്. ഇത് ഇംഗ്ലീഷ് ഫുട്ബോൾ ലോകത്ത് വലിയ ഞെട്ടൽ സൃഷ്ടിച്ചിട്ടുണ്ട്. യുണൈറ്റഡിന്റെ പരിതാപകരമായ ഒരു അവസ്ഥയുടെ തെളിവാണ് ഇത് ഇപ്പോൾ കാണിക്കുന്നത്. ഏതായാലും ഇതിന് പിന്നാലെ യുണൈറ്റഡ് ആരാധകരോട് പരിശീലകനായ റൂബൻ അമോറിം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. മികച്ച ടീം വിജയിച്ചു, 4th ഡിവിഷൻ ക്ലബിനേക്കാൾ മോശമായിരുന്നു തങ്ങൾ എന്നൊക്കെയാണ് അമോറിം ഇപ്പോൾ സമ്മതിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും മികച്ച ടീം വിജയിച്ചു, അതാണ് സംഭവിച്ചത്. കളത്തിൽ ഞങ്ങൾ തീർത്തും അപ്രത്യക്ഷരായിരുന്നു. എതിരാളികൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് എന്താണ് താരങ്ങൾ ആഗ്രഹിച്ചത് എന്നുള്ളത് അവർ ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ടതുണ്ട്. ഞങ്ങളുടെ ആരാധകരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. തീർച്ചയായും ടീമിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. നമുക്ക് വീണ്ടും 22 താരങ്ങളെ മാറ്റാൻ കഴിയില്ലല്ലോ, അതായത് ടീം മൊത്തം മാറേണ്ടതുണ്ട്, അതിന് സാധിക്കില്ലല്ലോ എന്നൊക്കെയാണ് റൂബൻ അമോറിം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഒരു തോൽവി യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരു പിടി സൂപ്പർ താരങ്ങളെ യുണൈറ്റഡ് സൈൻ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും ഫലം കാണാതെ പോകുന്ന ഒരു കാഴ്ചക്കാണ് നമ്മൾ സാക്ഷിയാവുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.